ഞങ്ങൾക്ക് തോണിക്കാര് പിടിച്ചേ നല്ല പിടയ്ക്കുന്ന മീൻ വാങ്ങണം ഒരു ആഗ്രഹം. അപ്പൊ തന്നെ ഞങ്ങൾ വെച്ച് പിടിച്ച് നമ്മളെ ബേപ്പൂര് ചാലിയത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ബേപ്പൂരെത്തി. ബേപ്പൂര് വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബോട്ടുണ്ട്. ബോട്ടിൽ നേരെ വെച്ച് പിടിച്ചാൽ ചാലിയത്തെത്തും. അങ്ങനെ ഒരാൾക്ക് 10 റുപ്യാണ് ബോട്ടിൽ ചാർജ് വരുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് കഴിഞ്ഞാൽ ചാലിയത്തെത്തും. അപ്പോൾ നല്ലൊരു യാത്ര, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് യാത്ര സൗജന്യം കേട്ടോ. ഏതായാലും ഞങ്ങൾ യാത്ര ഒരുപാട് ആസ്വദിച്ചിട്ടോ. 10 രൂപ ആണെങ്കിലും നമുക്ക് ഒരുപാട് നല്ല കാറ്റാണ്. അതാണ് ഇവിടുത്തെ വളരെ പ്രത്യേകത. അങ്ങനെ നമ്മൾ ചാലിയെത്തി. ബോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ നടന്നാൽ മതി കേട്ടോ. നടക്കാൻ മാത്രമുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ നേരെ മാർക്കറ്റിലേക്കാണ് ഇറങ്ങുന്നത്. ബോട്ടൊക്കെ ഇറങ്ങുന്ന സ്ഥലം, അതായത് ഫ്രഷ് മീൻ, നല്ല തിളങ്ങുന്ന സൈസ് മീൻ കിട്ടും. നമ്മൾ വെറും 200 റുപ്യക്ക് മീൻ വാങ്ങിയാൽ മതി. നമുക്ക് 4-5 ദിവസം മീൻ കൂട്ടാം. നമ്മൾ ഇവിടെ ഒക്കെ 1 കിലോ 200 റുപ്യക്ക് മീൻ വാങ്ങുന്നവരോ നമ്മൾ അവിടെ പോയി ശരിക്കും വാങ്ങിക്കഴിഞ്ഞാൽ നല്ല മീനും കിട്ടും പൈസയില്ലാത്ത. പിന്നെ നമുക്ക് കൂടുതൽ ഒരു 4-5 ദിവസം ഉപയോഗിക്കാനും നമുക്ക് പറ്റും. പിന്നെ നമ്മൾ ഇവിടുന്ന് മീൻ വാങ്ങുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയാട്ടോ. ഇവിടുന്ന് ലേലം വിളിച്ചെടുക്കാം നമ്മൾ. നമുക്ക് ഇഷ്ടമുള്ളത്, ഇനി കൊട്ടയാണെങ്കിൽ ഒരു കൊട്ട വിലക്ക് അങ്ങനെ എടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട മീനുകൾ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. എങ്കിൽ വലിയ മീനുകളാണെങ്കിൽ അങ്ങനെ, ചെറുമീനുകൾ അങ്ങനെ. ഞങ്ങൾ ഏതായാലും നല്ല ഫ്രഷ് മീൻ കിട്ടിയപ്പോൾ ഒരു കൊട്ട മീൻ വാങ്ങി. പിന്നെ നിങ്ങൾ പോവുകയാണെങ്കിൽ അതിരാവിലെ പോകുന്നതായിട്ടോ നല്ലത്. പിന്നെ ഇവിടുന്ന് ബോട്ടിൽ നിന്ന് മീൻ അവർ കൊണ്ടുവരുന്നതും വേറെ കൊട്ടയിലേക്ക് മാറ്റുന്നതും ഇവിടുന്ന് വേറെ വണ്ടികളിലേക്ക് കയറ്റി പോകുന്നതൊക്കെ കാണുന്നില്ലേ, ഒരു പ്രത്യേക ഒരു രസം കാണാൻ തന്നെ. കണ്ടിനൊരു കുളിർമ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ കുറച്ച് പൈസ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീൻ അവിടെ തന്നെ ലേലം ചെയ്ത് അവിടെ തന്നെ മറിച്ച് വിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ഇതിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചാലിയത്ത് ഇതേപോലെ പോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും നിങ്ങൾ അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.